ഹൈ എക്സ്പെക്ടേഷനോടെ വന്നിട്ട് തകർന്നടിഞ്ഞു പോയ ട്രാൻസ്ഫേഴ്സ് ഒരുപാടുണ്ട് ഫുട്ബോൾ ലോകത്ത്. നമുക്ക് ഇന്ന് ഫുട്ബോൾ ലോകത്തിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാൻസ്ഫേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എക്സ്പെൻസീവ് ട്രാൻസ്ഫേഴ്സിൽ നമ്പർ 10 റൊമേലു ലുക്കാക്കു, ബെൽജിയൻ ഇന്റർനാഷണൽ സെന്റർ ഫോർവേഡ്. ലുക്കാക്കുവിനെ 2021 ഇന്റർ മിലാനിൽ നിന്നും ചെൽസി റാഞ്ച് ചെയ്യുന്നത് 115 മില്യൺ എന്ന് പറയുന്ന ഭീമാകാരമായ തുകയ്ക്കാണ്. നമ്പർ 9 മോയിസസ് കസൈഡോ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് മോയിസസ് കസൈഡോ. ബ്രൈറ്റന്റെ പ്ലെയർ ആയിരുന്നു. ഇക്വഡോർ ഇന്റർനാഷണലിന് വേണ്ടി ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കുന്ന പ്ലെയർ ആയിരുന്നു. മോയിസസ് കസൈഡോനെ ചെൽസി റാഞ്ച് ചെയ്യുന്നത് 116 മില്യൺ എന്ന് പറയുന്ന ഭീമമായ തുകയ്ക്കാണ്. അതും 2023. നമ്പർ 8 ഡെക്ലാൻ റൈസ്, ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ, വെസ്റ്റ് ഹാമിന്റെ ക്യാപ്റ്റൻ, ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ. വെസ്റ്റ് ഹാമിൽ നിന്നും ആർസണൽ റൈസിനെ റാഞ്ച് ചെയ്യുന്നത് 116.5 മില്യൺ എന്ന് പറയുന്ന വലിയ തുകയ്ക്കാണ്. നമ്പർ 7 ജാക്ക് ഗ്രീലിഷ്, ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ വിങ്ങർ. 117 മില്യൺ എന്ന് പറയുന്ന ഭീമമായ തുകയ്ക്കായിരുന്നു സിറ്റി വില്ലയിൽ നിന്നും ഗ്രീലിഷിനെ സൈൻ ചെയ്തത്. പക്ഷേ ആ പ്രൈസ് ടാഗിന് തുല്യമായ ഒരു പ്രകടനം ഗ്രീലിഷിനെ സിറ്റിയിൽ എടുക്കാനായില്ല. 6ാമനായിട്ട് വരുന്നത് ഫ്രഞ്ച് ഇന്റർനാഷണൽ അന്റോയിൻ ഗ്രീസ്മൻ. ഒരു ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് ഗ്രീസ്മൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗ്രീസ്മനെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ബാഴ്സലോണയാണ് സൈൻ ചെയ്യുന്നത്. അന്ന് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ട്രാൻസ്ഫറിൽ ഒന്നായിരുന്നു ഇത്. പക്ഷേ ഇതൊരു ഡിസാസ്റ്റർ ട്രാൻസ്ഫർ ആയി മാറുകയാണ് ഇത് ചെയ്തിരുന്നത്. നമ്പർ 5 എൻസോ ഫെർണാണ്ടസ്, അർജന്റീന ഇന്റർനാഷണൽ, വീണ്ടും ഒരു മിഡ്ഫീൽഡർ ആണ്. 121 മില്യൺ ആയിരുന്നു ട്രാൻസ്ഫർ ഫീസ്. നമ്പർ 4 ജാവോ ഫെലിക്സ്, ബെൻഫിക്കയുടെ പ്ലെയർ തന്നെയാണ്, പോർച്ചുഗൽ ഇന്റർനാഷണൽ. ജാവോ ഫെലിക്സിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് ബെൻഫിക്കയിൽ നിന്ന് സൈൻ ചെയ്യുന്നത് 126 മില്യൺ എന്ന് പറയുന്ന വലിയ തുകയ്ക്കാണ്. ഇനി പറയാൻ പോകുന്നത് ഹൈയസ്റ്റ് മണി പേ ചെയ്തിട്ട് ഏറ്റവും വേസ്റ്റ് ട്രാൻസ്ഫറുകളിലൊന്നായിട്ടുള്ള ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. അത് ലിവർപൂളിൽ നിന്നും ഫിലിപ്പ് കുട്ടീഞ്ഞോ ബാഴ്സലോണയിലേക്ക് പോയതാണ്. 145 മില്യൺ എന്ന് പറയുന്ന റെക്കോർഡ് ഫീസ് ആയിരുന്നു അന്ന് ഈ ട്രാൻസ്ഫറിന്റെ വില. എക്സ്പെൻസീവ് ട്രാൻസ്ഫേഴ്സിലെ 3ാമൻ ഫ്ലോറിൻ വിറ്റ്സ്, ബയർ ലെവർകൂസന്റെ ജർമ്മൻ ഇന്റർനാഷണൽ പ്ലെയർ ആണ്. 150 മില്യൺ യൂറോയ്ക്കാണ് ബയർ ലെവർകൂസനിൽ നിന്നും ലിവർപൂൾ വിറ്റ്സിനെ റാഞ്ചുന്നത്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള 2 താരങ്ങൾ, അതിൽ 2ാമനായിട്ട് വരുന്നത് വേറെ ആരുമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായിട്ടുള്ള കിലിയൻ എംബാപ്പയാണ്. 180 മില്യൺ എന്ന് പറയുന്ന റെക്കോർഡ് തുകയ്ക്കാണ് PSG മൊണോക്കോയിൽ നിന്നും എംബാപ്പയെ റാഞ്ചുന്നത്. നമുക്ക് ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മണി ഏൺ ചെയ്തിട്ടുള്ള പ്ലെയർ ആരാണെന്നറിയാം. അതും വേറെ ആരുമല്ല, നമ്മുടെ ബ്രസീലിന്റെ സ്വന്തം സുൽത്താനായിട്ട് നെയ്മർ ജൂനിയർ. നെയ്മർ ബാഴ്സലോണയിൽ നിന്നും PSG പോകുന്നത് 220 മില്യൺ എന്ന് പറയുന്ന ലോക റെക്കോർഡ് ഫീസിനാണ്. ഇന്നും ലോക ഫുട്ബോളിൽ ആർക്കും തിരുത്താൻ കഴിയാത്ത റെക്കോർഡ് ഫീസിന് ഒരു ടീമിൽ നിന്നും മറ്റൊരു ടീമിലേക്ക് പോയിട്ടുള്ള നമ്പർ 1 പ്ലെയർ എന്ന് പറയുന്നത് നെയ്മർ ജൂനിയർ. 220 മില്യൺ ബാഴ്സലോണ ടു PSG.